ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് പോക്കറ്റ് ഷവർമയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡാണ് ആവശ്യം. പോക്കറ്റ് വേണ്ട, എന്നാലല്ലേ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിക്കൻ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോക്കറ്റ് ഉണ്ടാക്കാനുള്ള ബ്രെഡിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ നമ്മുടെ ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു സൈസിൽ പാകത്തിലുള്ള പാത്രം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കി വരുന്ന ബ്രെഡ് എന്തെയില്ല, നമുക്ക് വേസ്റ്റ് ആവില്ല. നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട്, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ബ്രെഡ് ഒരുപോലെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രെഡൊക്കെ നമ്മൾ അതുപോലെ വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ഭാഗം വരാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രെഡുകൾ ഉണ്ടാവുമല്ലോ നമുക്ക് ലാസ്റ്റ് എന്താ പറയുക, മുകളിലും താഴത്തും ബ്രെഡിൻ്റെ പാക്കറ്റിൽ ഈ ഒരു ഷേപ്പിലുള്ള രണ്ട് ബ്രെഡ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് എടുക്കട്ടെ. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസിനുള്ള നമ്മുടെ ആ ഒരു പോർഷൻസൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബ്രെഡിനെ ക്രംസിലിട്ട് മുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, എഗ്ഗിൻ്റെ മിക്സിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എഗ്ഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എഗ്ഗ് നമ്മൾ ഒരുപാട് എഗ്ഗ് എടുക്കണമെന്നില്ല. നമ്മൾ 2 എഗ്ഗ് എടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുക കേട്ടോ. പിന്നെ 2 സൈഡിലും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യാതെ ഒരു മീഡിയം ലെവലിൽ എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. 4 മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ബ്രെഡൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എണ്ണപ്പിടുത്തം കുറച്ച് കുറവുള്ള ഐറ്റാണ്. നല്ല എണ്ണ പിടിക്കുന്ന ഐറ്റൊന്നുമില്ല. ബ്രെഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണയിലിടുമ്പോൾ നന്നായിട്ട് ബ്രെഡ് എണ്ണയിലിടുമ്പോൾ നന്നായിട്ട് എണ്ണ പിടിക്കുന്നു നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ഒരു ക്രംസിലൊക്കെ ഇട്ട് മുക്കി കഴിഞ്ഞാൽ അങ്ങനെ എണ്ണപ്പിടുത്തം കുറവായിരിക്കും കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ചൂടാക്കിയിട്ടുള്ള കേബേജ് നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേബേജ്. പിന്നെ അതും പച്ചമുളക്, സവാള, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും പിന്നെ അതുപോലെ തന്നെ മയോണൈസും പിന്നെ മല്ലിയിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക. നമ്മളില്ലാത്ത നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മയോണൈസും ടൊമാറ്റോ സോസും ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ബ്രെഡിനെ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പോക്കറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോക്കറ്റൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കേബേജും സവാളയും പച്ചമുളകും മയണൈസും ടൊമാറ്റോ സോസും ചിക്കൻ നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചതുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിറച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ ഒരു ഫ്രൈ ചെയ്ത ബ്രെഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ മുകളിൽ കുറച്ച് മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ, കഴിക്കാൻ അതിലേറെ ഭംഗിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഓക്കെ, ബൈ. അതുപോലെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.